നാദാപുരത്ത് ലീഗ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണം സിബിഐക്ക് കൈമാറണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ രംഗത്തെത്തി. ടി.പി. മോഡൽ കൊലപാതകമാണ് മുഹമ്മദ് അസ്ലമിന്റേതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. അതിനിടെ നാദാപുരത്ത് ലീഗ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ CPIM അനുഭാവികളുടെ വീടുകൾക്ക് നേരെ വ്യാപക അക്രമം ഉണ്ടായി. സംഭവങ്ങളിലെ പ്രതികളെ കണ്ടെത്താൻ ആയിട്ടില്ല. പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. നാദാപുരം സന്ദർശിച്ച ശേഷമാണ് മുഹമ്മദ് അസ്ലമിന്റെ കൊലപാതകത്തിന്റെ അന്വേഷണം CBIക്ക് കൈമാറണമെന്ന ആവശ്യവുമായി കെ സുധാകരൻ രംഗത്തെത്തിയത്. സ്വതന്ത്രമായ അന്വേഷണത്തിലൂടെ ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെയും അതോടൊപ്പം ഗൂഢാലോചന നടത്തിയവരെയും പുറത്തു കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ ലോക്കൽ പോലീസിന്റെ ഇടതുപക്ഷ സഹയാത്രികരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം കൊണ്ടൊരു തെളിവ് നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് സത്യസന്ധമായ അന്വേഷണം, യഥാർത്ഥ പ്രതികളെ ബുക്ക് ചെയ്യണം ഈ കേസിലെങ്കിൽ CBI അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നത്. അതേസമയം മുഹമ്മദ് അസ്ലമിന്റെ വധത്തെ തുടർന്ന് CPIM, കോൺഗ്രസ്, BJP അനുഭാവികളുടെ വീടുകൾക്ക് നേരെ ഉണ്ടായ അക്രമങ്ങളുടെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു. 2 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 50ഓളം വീടുകൾ ആക്രമിക്കപ്പെട്ടതായാണ് കണക്ക്. പോലീസിന് ലഭിച്ച മൊഴികൾ പ്രകാരം മുഖം മറച്ചും മറ്റും എത്തിയ സംഘമായിരുന്നു പല വീടുകൾക്ക് നേരെയും അക്രമം നടത്തിയത്. സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്ന ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഷിബിൻ വധക്കേസിൽ കോടതി വെറുതെ വിട്ട ഒരു പ്രതിയും വീടുകൾ ആക്രമിച്ചതിൽ പങ്കാളിയായതായി പോലീസിന് വിവരം ലഭിച്ചു. അതേസമയം 2 പോലീസ് വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 50ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 1 ഡസനോളം കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.